ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, 2024 പ്രാക്ടിക്കൽ എക്സാമിന് ചോദിച്ച സർക്കിൾ ആൻഡ് പരാബോളയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലാബ് 10 ആണ്. വളരെ എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ലാബാണ് മക്കളെ ലാബ് 10. മിക്ക സ്കൂളുകളിൽ ഇത് ഉണ്ട്. സോ വളരെ എളുപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം മക്കളെ. മക്കളെ 2023 PYQ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് പോകും മക്കളെ കേട്ടോ. കാരണം അത് കണ്ടു കഴിഞ്ഞത് റിവിഷനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ഓക്കെ മക്കളെ, ഞാൻ പഠിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മക്കളെ ഇതേപോലെ തന്നെ എൻ്റെ കൂടെ കൂടിക്കൊള്ളുക. നമുക്ക് പ്രാക്ടിക്കൽ മാത്രമല്ല തിയറി പാർട്ട് ഞാൻ കിഡിലായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് സെറ്റാക്കി തരാം. എൻ്റെ കൂടെയും കൂടിക്കും. ഓക്കെ, അപ്പോൾ 1 മാർക്കാണ് മക്കളെ. അപ്പോൾ ഈ തന്നിരിക്കുന്നത് നേരെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. മക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണേ. സോ ഇന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മുടെ സർക്കിൾ വന്നു കഴിഞ്ഞു മക്കളെ. സോ ഇതിന്റെ സെന്റർ റേഡിയസും കണ്ടുപിടിക്കാനാണ് 1 മാർക്കല്ലേ. സോ നമ്മളിവിടെ താഴത്ത് CENT എന്നടിക്കുമ്പോൾ തന്നെ സെന്റർ വന്നു കഴിയും. സോ സെന്റർ ഓഫ് കോണിക്കിന്റെ പേര് നിങ്ങളുടെ അതിനകത്ത് പേരെന്താ നോക്കുക. ചിലപ്പോൾ C എന്നായിരിക്കും, അല്ലെങ്കിൽ D എന്നായിരിക്കും, അല്ലെങ്കിൽ E എന്നായിരിക്കും. ഇവിടെ എൻ്റെ പേര് EQ1 എന്നാണ്. അപ്പോൾ ഞാൻ EQ1 എന്ന് അടിച്ചു കൊടുത്തു. സെന്റർ ഓഫ് EQ1. സോ സെന്റർ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്രയാണ്? -1 2. എടുത്തെഴുതുക -1 2. അടുത്തത് റേഡിയസ് ആണ്. സോ RAD എന്ന് അടിക്കുമ്പോൾ തന്നെ അവിടെ വന്നു കഴിയും. RAD എന്ന് കറക്റ്റ് അടിച്ചു കൊടുക്കുക. വന്നു കഴിയും മക്കളെ. റേഡിയസ് ഓഫ് എൻ്റെ EQ1 എന്നാണ്. സോ EQ1 എന്ന് അടിച്ചു കൊടുക്കുക, എൻ്റർ കൊടുക്കുക. സോ റേഡിയസ് 3 വന്നു കഴിഞ്ഞു. സോ എടുത്തെഴുതുക. സെന്റർ -1 2, റേഡിയസ് 3 കഴിഞ്ഞു. വളരെ എളുപ്പം കാര്യം കഴിഞ്ഞു. രണ്ടാമത്തെ ഇതേപോലെ തന്നെ ചെയ്ത മക്കളെ കോപ്പി പേസ്റ്റ് ചെയ്യുക. വീഡിയോ പോസ്റ്റ് ആക്കിയിട്ട് ബാക്കി 2 ചെയ്ത് നോക്കിയടാ. വീഡിയോ പോസ്റ്റ് ആക്കിയിട്ട് ബാക്കി 2 ചെയ്ത് നോക്കിയേ. അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും. സോ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എൻ്റർ അടിക്കുക. സോ വന്നു കഴിഞ്ഞു മക്കളെ. സെന്റർ 2 -3 റേഡിയസ് 2. ഓക്കെ, സെന്റർ 2 -3 റേഡിയസ് 2 ആണ് വന്നിരിക്കുന്നത് മക്കളെ. സോ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കാണും. ഓക്കെ, അടുത്തത് ഇതേപോലെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഡിലീറ്റ് കളയാം. അടുത്തത് ഇതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം മക്കളെ. സെയിം കാര്യം തന്നെ. എന്ത് എളുപ്പമാണ്. ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ടിക്ക് 2025 തൊട്ട് ടിക്ക് മാർക്ക് ഇട്ടൊന്നും അല്ലായിരുന്നു. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരെണ്ണം ആയിരിക്കും. ചിലപ്പോൾ അത് മാത്രം ചെയ്താൽ മതി കേട്ടോ. സോ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെന്റർ എന്താണ് മക്കളെ? CENT എന്നടിക്കുക, സെന്റർ അടിക്കുക. സെന്റർ ഓഫ് കോണിക് EQ1. സോ സെന്റർ വന്നു കഴിഞ്ഞു 3 -2. സോ റേഡിയസ് എന്ന് പറയുമ്പോൾ RAD എന്നടിക്കുക. സിമ്പിൾ, വളരെ എളുപ്പം. ഇത്രയും എളുപ്പമുള്ളൊരു ലാബ് വേറെ ഇല്ലായിരിക്കും. റേഡിയസ് വന്നു 5. കാര്യം കഴിഞ്ഞു. വളരെ വളരെ എളുപ്പം. സോ അത് എഴുതി വെക്കുക. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ കൺസ്ട്രക്ട് എ സർക്കിൾ. മക്കളെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഈ വർഷവും ചോദിച്ചിരിക്കും. എയും ബിയും ആദ്യം അടയാളപ്പെടുത്തുക. എന്നിട്ട് അതുവഴി കടന്നു പോകുന്ന എയിലും ബിയിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ വരയ്ക്കാനാണ്. സോ അത് മാത്രമല്ല, സെന്റർ എന്ന് പറയുന്നത് ഈ ലൈനിലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തണം. സോ എ എന്ന് പറയുന്നത് എന്താണ്? 2 -2. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. എ എന്ന് പറയുന്നത് എന്താണ്? 2 -2. അതിവിടെ അടിച്ചു കൊടുക്കുക. A equal to എന്ന് അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊരു പോയിന്റ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് A ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. A of 2 -2 അല്ലേടാ? 2 -2 അല്ലേടാ? അതെ. അടുത്ത B of 3 4. അപ്പോൾ അത് B equal to എന്ന് അടിച്ചു കൊടുക്കണേ. B equal to 3 4. ഓക്കെ, രണ്ടും വന്നു കഴിഞ്ഞു. എയും ബിയും വന്നു കഴിഞ്ഞു. 3 4 2 -2 അല്ലേടാ? 2 -2 3 4. ഓക്കെ, കറക്റ്റ് ആണ് മക്കളെ. ഇത് തമ്മിൽ ജോയിൻ ചെയ്യണ ഒരു സെഗ്മെന്റ് വരയ്ക്കുക. ലൈൻ സെഗ്മെന്റ്. അതും കഴിഞ്ഞു. വളരെ എളുപ്പം കാര്യം കഴിഞ്ഞു. ലൈൻ സെഗ്മെന്റ് ഇവിടെ നിന്ന് എടുക്കുക, വരയ്ക്കുക. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ലൈൻ ഇവിടെ തന്നിട്ടുണ്ട്. ആ ലൈനിന്റെ ഇക്വേഷൻ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഞാൻ അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഭയങ്കര എളുപ്പമാണ്. സോ ആ ലൈനിന്റെ ഇക്വേഷൻ ഇവിടെ വന്നു മക്കളെ. ഇവിടെ 2023 ഈ ലൈനിന്റെ പുറത്ത് തന്നെയായിരുന്നു മറ്റേ ലൈനും വന്നത്. ഏതാണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. നമുക്ക് ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ സെന്റർ ഇത് ഇവിടെ എവിടെങ്ങാണ്ടാണ് അല്ലേ? ഇതിന്റെ എവിടെങ്ങാണ്ടാണ് സെന്റർ വന്നിരിക്കുന്നത്. സോ അത് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. അത് കണ്ടുപിടിക്കാനാണ് മക്കളെ നമ്മൾ ഇവിടുന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുക. ഹോളിൽ നിന്ന് നോക്കിക്കൊണ്ട് ടൂൾ എവിടെയാണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുക. ഈ കോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ടർ ഈ കോഡിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. വന്നു കഴിഞ്ഞു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വന്നു കഴിഞ്ഞു. മനസ്സിലായില്ല മക്കളെ? അല്ലെ ഇങ്ങനെ സ്കൂളിൽ സ്പെഷ്യലോ പഠിപ്പിച്ചത് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയായിരിക്കും പഠിപ്പിച്ചത്. അതിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് കൊണ്ടുവന്ന് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വന്നു. സോ മക്കളെ കാര്യം മനസ്സിലാക്കുക. കാരണം പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ
നമ്മുടെ നേരത്തെ സെൻറ്റർ ഈ ലൈനിലാണ് നമ്മുടെ സെൻറ്റർ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല കോഡിന്, ഇത് കോഡാണെന്ന് ഓർക്കുക, കോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ ഒരു ഉറപ്പായിട്ട് സെൻറ്ററിൽ കൂടെയും കടന്നു പോകുന്നു. ഓക്കെ, ഇത് എ ബി എന്ന് പറഞ്ഞ കോഡാണ് കേട്ടോ മക്കളെ, കോഡ് ഇതേ എ ബി. സോ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ ഉറപ്പായിട്ടും സെൻറ്ററിലൂടെയും കടന്നു പോകുന്നത്. സോ ഇത്രയും കൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം പിടികിട്ടി. ഇത് രണ്ടുകൂടെ കൂട്ടിമുട്ടുന്ന ഈ ഒരു ഭാഗമാണ് മക്കളെ സെൻറ്റർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതാണ് നമ്മുടെ സെൻറ്റർ. സോ അത് കണ്ടുപിടിക്കാനാണ് മക്കളെ ഇവിടുന്ന് ഇൻ്റർസെക്റ്റ് ടൂൾ എടുക്കുക. ഇതാണ് നടുക്കത്തെ പോയിന്റ് ആണ് നമുക്കറിയാം. എന്നിട്ട് ഈ ലൈൻ സെലക്ട് ചെയ്യുക, തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് ആണ് നമ്മുടെ സെന്റർ. സോ സെന്റർ കിട്ടി. നമ്മൾ സെന്റർ സർക്കിളിന്റെ ടൂൾ എടുക്കുക, സർക്കിൾ വിത്ത് സെന്റർ ത്രൂ പോയിന്റ് എടുക്കുക, സെന്ററിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ പയ്യെ നമ്മൾ മൗസ് ഇങ്ങനെ പയ്യെ ഇങ്ങനെ നീക്കി കഴിയുമ്പോൾ മൗസ് ഇങ്ങനെ നീക്കുന്നതനുസരിച്ച് സർക്കിൾ വലുതായി ചെറുതായി കൊണ്ടിരിക്കും. നേരെ എ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി എന്താണ്? ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കണമെങ്കിൽ CENTER എന്നടിക്കുക. CENT എന്നടിക്കുമ്പോൾ തന്നെ സെന്റർ വന്നു. നമ്മുടെ പുതിയ സർക്കിൾ ഇക്വേഷൻ കണ്ടല്ലോടാ, C എന്നാണ് സെന്റർ ഓഫ് C. എടുത്ത് എഴുതി വെക്കണം മക്കളെ, 0.7 1.3 അതാണ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ. റേഡിയസ് ആണെങ്കിലോ RAD എന്ന് അടിക്കുമ്പോൾ തന്നെ റേഡിയസ് വന്നു കഴിഞ്ഞു. സോ റേഡിയസ് എത്രയാടാ? റേഡിയസ് ഓഫ് C എൻ്റർ അടിക്കുക. സോ റേഡിയസ് വന്നു കഴിഞ്ഞു 3.55. ഇനി അല്ലെങ്കിൽ തന്നെ ഈ ഇക്വേഷൻ വെച്ച് തന്നെ കണ്ടുപിടിക്കാം കേട്ടോ. അത് ഈക്വേഷനകത്ത് ഈ മൈനസ് കണ്ടല്ലോ, മൈനസ് 0.7 ആണെങ്കിൽ അത് പ്ലസ് ആക്കി എഴുതുക, -1.3 ആണെങ്കിൽ നേരെ പ്ലസ് ആക്കി എഴുതുക. റേഡിയസ് പറഞ്ഞാൽ √12.58 എന്ന് എഴുതിയാലും മതി. ഇത് R² ആണ്. സോ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇത്രയുള്ള പരിപാടി മനസ്സിലായടാ? ഇത്രയുള്ള പരിപാടി. വേണേ അടുത്തും കൂടെ ചെയ്യാം, അടുത്തും കൂടെ വളരെ എളുപ്പം ചെയ്തേക്കാം നമുക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ മക്കളെ പറയണത് A എന്ന് പറയുന്നത് 4.1, B എന്ന് പറയുന്നത് 6.5. സോ അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കടാ. A എന്ന് പറഞ്ഞ 4.1. സോ A = 4.1, 4,1. B = B അതേപോലെ അടിച്ചു കൊടുക്കുക. B = 6.5. സോ B = 6.5. എയും ബിയും വന്നു. അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് വരയ്ക്കണം മക്കളെ. അത് തമ്മിൽ കണക്ട് ചെയ്യണ ലൈൻ സെഗ്മെന്റ് വരച്ചു. ഓക്കെ, സെറ്റായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈൻ അതേപോലെ തന്നെ വരയ്ക്കുക അല്ലേ. 4x + y = 16. സോ അത് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. 4x + y = 16. ഓക്കെ, അത് അതുവഴി കടന്നു, നമ്മുടെ കോഡിനെ മുറിച്ചുകൊണ്ട് കടന്നു പോകണമെന്നൊന്നുമില്ല. അത് ഇതുവഴി വേണേൽ വരട്ടെ മക്കളെ. സോ അടുത്ത് നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടല്ലോ മക്കളെ. യെസ്, അതെടുത്തു. സോ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം അല്ലേ. സോ ഇതും കൂടെ അങ്ങ് സെലക്ട് ചെയ്യുക. കറക്റ്റായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ഇനി അങ്ങനെ വേണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്താലും കറക്റ്റായിട്ട് വന്നോളും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ കണ്ടല്ലോ മക്കളെ. സോ ഇൻ്റർസെക്റ്റിംഗ് ടൂൾ എടുത്തിട്ട് ആ സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സോ സെൻറ്ററും വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് സർക്കിൾ വേണമെങ്കിൽ സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക മക്കളെ. എന്നിട്ട് ബിയിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, അതുപോലെ എയിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ ബിയിലും എയിലും കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ മക്കളെ. എവിടെയെങ്കിലും കൊണ്ട് ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് വന്നോളും. സെറ്റായി. ഓക്കെ അല്ലേ മക്കളെ? യെസ്, വന്നു കഴിഞ്ഞു. നമ്മുടെ സർക്കിളിന്റെ സെന്ററും റേഡിയസും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് എടുത്ത് എഴുതാം. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഇവിടെ നിന്ന് CENT എന്ന് അടിക്കുമ്പോൾ സെന്റർ വരും. സെന്റർ ഓഫ് കോണിക്കിന്റെ പേര് C, എൻ്റർ. യെസ്, സെന്റർ എത്രയാടാ? 3-4 ആണ് സെന്റർ. റേഡിയസ് എത്രയാടാ? RAD എന്ന് അടിക്കുക. റേഡിയസ് ഓഫ് C 3.16 വരും. സോ സെന്ററും റേഡിയസും കിടിലിനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇത്രയുള്ള മക്കളെ, വളരെ വളരെ എളുപ്പമാണ്. സോ മൂന്നാമത്തെ ഇതേപോലെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. സിമ്പിൾ പരിപാടി. ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യുക കേട്ടോ. സെന്റർ റേഡിയസ് എത്രയാണെന്ന് കമന്റ് ചെയ്യണം മക്കളെ. സെയിം മെത്തേഡ് ഒന്നുമില്ല, ചുമ്മാ അങ്ങ് ചെയ്താൽ മതി. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചെയ്യാനാണ്. സോ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് നമുക്ക് പരാബോള വരയ്ക്കുക. പരാബോളയുടെ ഫോക്കസും ഡയറക്ട്രിക്സും എഴുതാനാണ് മക്കളെ. മക്കളെടാ, ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ എടാ, ഇതാണ് ഫോക്കസ്, ഇതാണ് ഡയറക്ട്രിക്സ്. ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റിയ കാര്യമാണ്. ഓക്കെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്കിത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്തായാലും ടൈപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ. സോ അവർ പറഞ്ഞനുസരിച്ച് നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ്. എന്തായാലും ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തോളട്ടെ. ഇതിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. പരാബോള ഓക്കെ, ക്ലോസ് ചെയ്തിട്ടുണ്ടില്ല, ക്ലോസ് ചെയ്യുക. y² - 16x = 0 എന്നാണ് നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ. സോ ഇതിന്റെ റൈറ്റ് ദ ഫോക്കസ് ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ മക്കളെ, ഇതാണ് ഫോക്കസ്, ഇതാണ് ഡയറക്ട്രിക്സ്. ഇത് അറിയാൻ വയ്യാത്ത കുട്ടികൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്?
നേരെ ഇവിടെ ഫോക്കസ് എന്ന് അടിക്കുക. ഫോക്കസ് ഓഫ് സി അല്ലേ, വന്നു കഴിഞ്ഞു. ഫോക്കസ് 40 ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് എന്ന് അടിക്കുക. അതിനും ഉണ്ട് ഇവിടെ ടൂള്. ഡയറക്ട്രിക്സ് കോണിക്കാണ്, ലൈൻ അല്ല കോണിക്കാണ്. ഡയറക്ട്രിക്സ് ഓഫ് സി എക്സ് ഈക്വൽ ടു -4. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് മക്കളെ. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തേ മക്കളെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കോപ്പി പേസ്റ്റ് കൊടുക്കുക. സോ ഇതേപോലെ തന്നെ വന്നോളൂ. ഓക്കെ അല്ലേ, ഇതേപോലെ തന്നെ വന്നോളും. കണ്ടല്ലോ, 20 ആണ്. സെയിം മെത്തേഡ്. ഫോക്കസ് 20, ഡയറക്ട്രിക്സ് എക്സ് ഈക്വൽ ടു -2. അത് ഇവിടെ നിന്ന് നമുക്ക് പറയാമല്ലോ, അതേ 20 എക്സ് ഈക്വൽ ടു -2. സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ഇതേപോലെ തന്നെ ചെയ്യാം മക്കളെ. ഇക്വേഷൻ കറക്റ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. സോ എ പാർട്ടും കഴിഞ്ഞു. അതിന്റെ ബി പാർട്ട് നോക്കിയ മക്കളെ, ഇതേ കമാൻഡ് വെച്ച് നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന പരാബോള വരയ്ക്കാനാണ്. x² = -4y എന്നാണ് മക്കളെ. 2023 ക്വസ്റ്റ്യൻ കണ്ടിട്ട് വരാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് വിശദമായിട്ട് പറയുന്നുണ്ട്. വിശദമായിട്ട് ഓരോ സ്റ്റെപ്പും ഞാൻ പറയുന്നുണ്ട്. കാണാത്തവർ നേരെ പോയി അത് കണ്ടിട്ട് പോകും മക്കളെ. അല്ലാത്തവർക്ക് ഞാൻ അതിനകത്തൊരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. സോ ആ ട്രിക്ക് ഞാനിവിടെ യൂസ് ചെയ്യുവാണ്. ഒന്നും അറിയാൻ മേലത്തെ കുട്ടികളാണെങ്കിലും ശരിക്കും ഇത് കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റ് വെച്ച് ഇത് നമ്മൾ അടിച്ചു കൊടുക്കണം. ഈ സാധനം നമുക്ക് അടിച്ചു കൊടുക്കണം. പക്ഷെ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലവർക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ പറയാൻ പറ്റണമെങ്കിൽ കൺസെപ്റ്റ് എന്താണ്? x² = -4y എന്നാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അറിയാം മക്കളെ. വിശദമായിട്ട് ഞാൻ 2023 കൊടുത്തിട്ടുണ്ട്. സോ വീണ്ടും ഞാൻ വീഡിയോയുടെ ലെങ്ത് വലിച്ച് നീട്ടുന്നില്ല. കാര്യം അറിയണമെങ്കിൽ അത് പോയി കണ്ടാൽ മതി കേട്ടോ. x² = -4y. സോ 4ay എന്നാണ് ഇത്. -4ay എന്നാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. -4a എന്ന് പറയുന്നത് -4 ആണ്. സോ മൈനസും കട്ട് ചെയ്ത് കളയാം. a എന്ന് പറയുന്നത് 4/4. സോ 1 കിട്ടും. അപ്പോൾ a 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് എഴുതാൻ പറ്റും. ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഇങ്ങനെയുള്ള പരാബോളയുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ 0 - a ആണ്. ഇത് 0 - 1 ആണ് ഇതിന്റെ ഫോക്കസ്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. ഡയറക്ട്രിക്സ് ഇവിടുത്തെ എക്സ് വെച്ചാൽ തുടങ്ങണമെങ്കിൽ y വെച്ചായിരിക്കും നമ്മുടെ ഡയറക്ട്രിക്സ്. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് a ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഡയറക്ട്രിക്സ് എന്താണ്? y = a പകരം ഇവിടെ എന്താണ് 1. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. സോ ഇത് എങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം? നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഇത്രേ ഉള്ളൂ. പരാബോള, ഇവർ ടൈപ്പ് ചെയ്ത പോലെ പരാബോള ഓഫ് 40 പകരം 0 - 1, x = എക്സിന് പകരം എന്താണ്? y അല്ലേ, y = 1. ഇതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഇത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലും ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു മക്കളെ. ആ ട്രിക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് ഇത്രയും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി കേട്ടോ, കൺസെപ്റ്റ് എങ്കിലും അറിഞ്ഞോണം. വൈവാ ക്വസ്റ്റ്യന് അവരതൊക്കെ ചോദിക്കുന്നതാണ്. ഇനി അറിയാമേത്ത കുട്ടികളാണ് എന്ത് ചെയ്യണം? ഈ x² = -4y എന്നില്ലേടാ മക്കളെ, അപ്പോൾ നേരെ അത് അവിടെ അടിച്ചു കൊടുക്കുക. ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നേരെ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, x² = -4ay. അപ്പോൾ നമ്മുടെ പരാബോള അവിടെ വന്നു കഴിഞ്ഞു. പക്ഷേ ഇത് കാണുമ്പോൾ അറിയാം സാറിന് നിങ്ങൾ നേരെ അടിച്ചു കൊടുത്തതാണ്, അല്ലാതെ ഈ ഒരു കോഡ് വെച്ച് അടിച്ചു കൊടുത്തതല്ല. നമുക്ക് ഈ കോഡാണ് അടിക്കേണ്ടത്. പരാബോള ഓഫ് എന്ന് പറഞ്ഞുള്ള കോഡാണ്, ആ കമാൻഡ് വെച്ചാണ് ടൈപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ആ ടൈപ്പ് ചെയ്യണ കോഡ് പറഞ്ഞുതരാം, ട്രിക്ക് പറഞ്ഞുതരാം മക്കളെ. നമ്മൾ ഈ പരാബോള വരയ്ക്കുക, നൈസായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഫോക്കസ് എന്ന് അടിച്ചു കൊടുക്കുക മക്കളെ. ഫോക്കസ്, എന്നിട്ട് ഫോക്കസ് ഓഫ് ഇക്വേഷൻ 1 EQ1 എൻ്റർ കൊടുക്കുക. അപ്പോൾ ദേ നമ്മുടെ ഫോക്കസ് വന്നു കേട്ടോ. നൈസായിട്ട് തന്ത്രമാണ്. ഫോക്കസ് വന്ന് 0 - 1. സൈഡിൽ എഴുതി വെക്കുന്നത് 0 - 1 ഫോക്കസ്. ആരും അറിയാൻ പോലുള്ള, നിങ്ങൾ തന്നെ ചെയ്താണ് വിചാരിക്കും. മനസ്സിലായ ട്രിക്ക്? മനസ്സിലായ? 0 - 1 എന്ന് എഴുതി വെക്കുക ഫോക്കസ്. ഡയറക്ട്രിക്സ് വേണോ? ഡയറക്ട്രിക്സ് എഴുതി വെക്കുക. DIR. യെസ്, ഡയറക്ട്രിക്സ് ഓഫ് കോണിക് എന്ന് പറഞ്ഞാൽ EQ1 അല്ലേടാ. എൻ്റർ അടിക്കുക. ഡയറക്ട്രിക്സും y = 1 വന്നു. കണ്ടല്ലോ, y = 1. നമ്മൾ ഇക്വേഷൻ വെച്ച് തിയററ്റിക്കലി കണ്ടുപിടിച്ച സാധനം നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. എന്നിട്ട് നൈസായിട്ട് നമ്മൾ ഈ കോഡ് എഴുതി വെക്കുക. പരാബോള ഓഫ് 0 - 1 y = 1. നമ്മൾ ഇത് വെച്ച് കണ്ടുപിടിച്ചല്ലോ. എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക, തെളിവെക്കാൻ നശിപ്പിച്ചേക്കുക. എന്നിട്ട് ഇവിടെ താഴത്ത് പരാബോള നമ്മുടെ കോഡ് വെച്ച് തന്നെ ടൈപ്പ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ പരാബോള ടൈപ്പ് ചെയ്യുക. സോ ഫസ്റ്റത്തെ കോഡ് സെലക്ട് ചെയ്യുക. പോയിന്റ് എന്താണ്? 0 - 1. സോ ബ്രാക്കറ്റിനകത്ത് 0, -1. അടുത്ത ലൈന് പകരം y = 1 അടിക്കുക. എൻ്റർ അടിക്കുക. വന്നു കഴിഞ്ഞു. x² + 4y = 0. കണ്ടല്ലോടാ. ഇതിനകത്ത് നിന്ന് നമുക്ക് x² = ഈ 4y അപ്പുറത്തേക്ക് എടുത്താൽ x² = -4y. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ.
ഓക്കേണോ? പിടികിട്ടിയ മക്കളെ? ഇതൊക്കെയാണ് തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ എന്ന് പറയും. തന്ത്രങ്ങളല്ല, കുതന്ത്രങ്ങൾ. നൈസായിട്ട് ഒന്നും അറിയാൻ മേലാത്ത കുട്ടികൾക്കാണെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങാനുള്ള തന്ത്രങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് മക്കളെ. ഇത്രയുള്ള പരിപാടി. ഇതുപോലെ തന്നെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാൻ പറയണത് മക്കളെ, കൺസെപ്റ്റ് അറിയണം. ഈ അവസാന സമയത്ത് കൺസെപ്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലവർക്കൊന്നും നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ പറഞ്ഞത് കേട്ടോ. കാരണം ഈ നാളെ എക്സാം ആകുമ്പോൾ വന്ന് ക്ലാസ് കാണുന്ന കുട്ടികളുണ്ട്, കൺസെപ്റ്റ് ഒന്നും അറിയാതെ. അവരെന്തെങ്കിലും ചെയ്യണമല്ലോ, അതിനു വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അറിയാവുന്ന കാര്യമാണ്, ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇതിന്റെ ഫോക്കസും സെന്ററും നിങ്ങൾ കണ്ടുപിടിക്കുക. ഫോക്കസ് ഓഫ് കോണിക് EQ1. ഫോക്കസ് ഓഫ് കോണിക്, ഫോക്കസ് എഴുതിയെടുക്കുക. 0 - 4 അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫോക്കസ് നേരെ എഴുതിയെടുക്കുക. ഫോക്കസ് 0 - 4. ഇനി അടുത്ത ഡയറക്ട്രിക്സ് വേണം അല്ലേ? ഡയറക്ട്രിക്സ് ഇപ്പൊ കിട്ടും നമുക്ക്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡയറക്ട്രിക്സ് ഓഫ് കോണിക്, ഡയറക്ട്രിക്സ് ഓഫ് EQ1, y = 4. സോ അതും എഴുതിയെടുക്കുക. y = 4. എന്നിട്ട് ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കോഡ് എന്താടാ? പരാബോള എന്ന് അടിക്കുക. പരാബോള. അപ്പോൾ ഫസ്റ്റത്തെ സെലക്ട് ചെയ്യുക. പരാബോള ഓഫ് എന്താണ്? 0 - 4 അല്ലേ? ബ്രാക്കറ്റിനകത്ത് 0, -4. ലൈൻ്റെ അവിടെ y = 4. എന്തടിക്കുക? വന്നു കഴിഞ്ഞ് മക്കളെ. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സാറിനെ വിളിച്ച് കാണിക്കുക, ഫുൾ മാർക്ക് വാങ്ങുക, വീട്ടിൽ പോവുക. ഓക്കെ അല്ലേ? സെറ്റല്ലേ മക്കളെ? യെസ്. ഇത്രയുള്ള പരിപാടി. തന്ത്രങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് ഇതേപോലെ തന്നെ ചെയ്യാം മക്കളെ. ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എവിടെ മാർക്ക് പോകാനില്ല മക്കളെ. വളരെ വളരെ എളുപ്പമുള്ള ലാബാണ്. ലാബ് 10 എല്ലാവർക്കും മാർക്ക് വാങ്ങാൻ പറ്റിയ ലാബാണ് മക്കളെ. സോ കുറച്ച് മുമ്പ് ലാബ് 10 2023 ചെയ്തപ്പം എനിക്ക് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്താണ് ഞാനിപ്പോൾ എടുത്തത്. നല്ല രീതിയിൽ പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തപ്പം ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ എനർജറ്റിക്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ലാബ് 10 2024 കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ നാളെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ, നാളെ ലാബ് എക്സാം ആണെന്ന് പറഞ്ഞ് കുറേ കുട്ടികൾ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെയാണ് എനിക്കുള്ള പ്രചോദനം. സോ ഇനിയും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എക്സാം എഴുതി കഴിഞ്ഞ് വന്നതിന് ശേഷം കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കേട്ടോ. ലാബ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തിയറിയുടെ പാർട്ട് മെയിനായിട്ട് ഇതേപോലെ പഠിച്ച് സെറ്റാക്കണം. അപ്പോൾ ഓക്കെ മക്കളെ, എല്ലാവരും പോയി നന്നായിട്ട് പോയി ലാബ് എക്സാം എഴുതി തകർത്തിട്ട് വാ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനിയും നമ്മുടെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ലാബുകൾ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ നെക്സ്റ്റ് ലാബ് അപ്ലോഡ് ചെയ്യുന്നവരേക്കും ഓക്കെ, ബൈ.